കൊച്ചിയിൽ മോഡലിംഗിന്റെ മറവിൽ മനുഷ്യക്കടത്തും പീഡനവും നടത്തിയ സംഭവത്തിൽ കൂടുതൽ വെളിപ്പെടുത്തലുകൾ. ദുബായിലെത്തിച്ചത് അറസ്റ്റിലായ സിന്ധുവും അലീനയും എന്നാണ് പരാതിക്കാരി പറയുന്നത്. ക്രൂരമായി മർദ്ദിക്കുകയും പീഡനത്തിനിരയാക്കുകയും ചെയ്തു. സെക്സ് റാക്കറ്റിന്റെ പിടിയിൽ നിരവധി യുവതികൾ അകപ്പെട്ടു. മദ്യത്തിൽ മയക്കുമരുന്ന് കലർത്തി കുടിപ്പിച്ചു. വീട്ടിലേക്ക് നഗ്ന ദൃശ്യങ്ങൾ അയച്ചു നൽകിയെന്നും കുഞ്ഞിനെ കൊലപ്പെടുത്തുമെന്ന് ഭീഷണിപ്പെടുത്തിയെന്നും പരാതിക്കാരി പറയുന്നു. ലഹരി നൽകി മയക്കി യുവതികളെ ക്രൂരമായി പീഡിപ്പിച്ചെന്നാണ് പോലീസ് പറയുന്നത്. അന്വേഷണത്തിന് പ്രത്യേക സംഘം രൂപീകരിച്ചുവെന്ന് എറണാകുളം സിറ്റി പോലീസ് കമ്മീഷണർ കാളിരാജ് മഹേഷ് കുമാർ പറഞ്ഞു. ബോധം പോകുന്ന രീതിയിലാക്കിയിട്ട് അവരുടെ വേറെ ആൾക്കാർ വരെ പോവുകയൊക്കെ ചെയ്തിരുന്നത് അങ്ങനെയാണ്. ഒരുപാട് ശാരീരികമായിട്ട് ഉപദ്രവിക്കും. ഡെയിലിയും ഡ്രിങ്ക്സിനും ഇവൻ പച്ചവെള്ളത്തിൽ പോയി ഓരോന്ന് കലക്കി തരുന്ന അവസ്ഥയാണ് ഉണ്ടായിരുന്നത്. നമുക്ക് പ്രതികരണ ശേഷി നഷ്ടപ്പെട്ട ഒരു ഫീലാണ് അവിടെ ഉണ്ടാവുക. കൂടാതെ എന്റെ വീട്ടിലേക്ക് വിളിച്ചിട്ട് എന്റെ ഫോൺ വിലക്കലാക്കിയത് പ്രകാരം എന്റെ വീട്ടിലേക്ക് വിളിച്ചിട്ട് ഞാൻ ഇവിടെ ലീഗൽ ആക്ടിവിറ്റീസ് ചെയ്യുവാണെന്നും എന്നെ ഒഴിവാക്കണം എന്നുള്ള രീതിയിലും ഇവര് എന്നെ കൊടുപ്പിച്ച് ഓരോന്നും ചെയ്യുന്ന ഓരോ ആണുങ്ങൾ വരുന്നതും അതെല്ലാം ആയിട്ട് എന്നെ ഫോട്ടോസ് എടുത്തിട്ട് വിക്ടിമെ കോമൺ പ്ലേസിൽ വെച്ച് പരിചയപ്പെട്ടിട്ട് പിന്നെ അങ്ങോട്ട് കൊണ്ടുപോയിട്ടുള്ളത് വേറെ ഒരു ബ്യൂട്ടി പാർലർ ജോലിക്കിനാണ്. അങ്ങോട്ട് കൊണ്ടുപോയിട്ട് പിന്നെ എക്സ്പ്ലോയിറ്റേഷൻ നടന്നിട്ടുണ്ട്. പിന്നെ ഫോണൊക്കെ തന്നില്ല, പാസ്പോർട്ടൊക്കെ മാറ്റി വെച്ച് കുറച്ച് വളരെ ഗുരുതരമായിട്ടാണ് പ്രഷർ. ഫോട്ടോ വീഡിയോഗ്രാഫി എടുത്ത് പിന്നെ ഫർദറായിട്ട് അത് കോപ്പറേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ചെയ്യാനുള്ള അങ്ങനെ ഒരു രീതിയിൽ പോയിട്ടുണ്ട്. അതനുസരിച്ച് നമുക്ക് വളരെ സീരിയസ് ആയിട്ട് കേസ് എടുത്ത് ഒരു ടീം രൂപീകരിച്ച് പിന്നെ ആ അന്വേഷണ ശ്രമത്തിൽ തന്നെ ഏറ്റവും ആദ്യമായിട്ടുള്ള ഒന്നാം പ്രതി പിന്നെ വിദേശത്തേക്ക് കടക്കാൻ ശ്രമിച്ച് നമുക്ക് LOC ഒക്കെ ഇട്ടത് കൊണ്ട് മുംബൈ എയർപോർട്ടിലിருந்து കിട്ടി. സോ ഇപ്പം 3 പ്രതികൾ നമ്മളുടെ കസ്റ്റഡിയിലുണ്ട്. ശരി, വിവരങ്ങൾ നൽകാൻ മിഥുൻ അയ്യപ്പൻ ചേരുന്നുണ്ട്. മിഥുൻ, ഗുരുതരമായ ഒരു സാഹചര്യം, എന്തായാലും വലിയൊരു സെക്സ് റാക്കറ്റാണ്. ആ സെക്സ് റാക്കറ്റിന്റെ പിടിയിൽ നിരവധി യുവതികൾ അകപ്പെട്ടെന്ന വിവരമാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. പോലീസ് അന്വേഷണം എങ്ങനെയാണ് പുരോഗമിക്കുന്നത്? ഒപ്പം ഈ പരാതിക്കാരിയുടെ വാക്കുകളിൽ നിന്നും അതിതീവ്രമായ ഒരു പീഡനം ആ പെൺകുട്ടിക്ക് അനുഭവിക്കേണ്ടി വന്നു എന്നാണ് നമുക്ക് മനസ്സിലാകുന്നത്. പരാതിയുമായി മുന്നോട്ട് പോവുകയാണല്ലോ ഈ പെൺകുട്ടി. ഒപ്പം കൊച്ചിയിലെ ഗുണ്ടാ സംഘത്തിനും ഇതിൽ പങ്കുണ്ടെന്ന തരത്തിലുള്ള വിവരങ്ങളൊക്കെ പുറത്തു വരുമ്പോൾ എത്രത്തോളം ഗൗരവകരമാണ് നിലവിലെ സാഹചര്യം? പുതിയ അന്വേഷണ സംഘം അന്വേഷണം തുടങ്ങിയോ? അശ്വതി, ഇപ്പോൾ പുറത്തു വന്ന ഓഡിയോയിലുള്ളത് നേരിട്ട് വലിയ ദുരനുഭവങ്ങൾ തന്നെയാണ് ഈ ഇര വെളിപ്പെടുത്തുന്നത്. മോഡലിംഗിന്റെ പേരിൽ കഴിഞ്ഞ ജനുവരി ഫെബ്രുവരി മാസങ്ങളിലാണ് ഇത്തരത്തിലുള്ള സംഭവങ്ങൾ അരങ്ങേറിയിട്ടുള്ളത്. ഈ പണം വാങ്ങിയതും ഈ പരസ്യം നൽകിയതും പണം വാങ്ങിയതും അതുപോലെ തന്നെ വിദേശത്തേക്ക് കൊണ്ടുപോയതുമെല്ലാം സിന്ധുവും അലീനയും ചേർന്നാണ്. ഈ ദുബായിലെ ഫ്ലാറ്റിലെത്തിക്കുകയാണ് പിന്നീട് ഉണ്ടായത്. അവിടെ എട്ടോളം പെൺകുട്ടികൾ അവിടെ ഉണ്ടായിരുന്നു എന്നാണ് ഈ പരാതിക്കാരി തന്നെ പറഞ്ഞിട്ടുള്ളത്. അതായത് നിരവധി പെൺകുട്ടികൾ ഇപ്പോഴും അവിടെ കുടുങ്ങിക്കിടക്കുകയോ അല്ലെങ്കിൽ ഈ പരാതിപ്പെടാൻ തയ്യാറാവാതെയോ നിൽക്കുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഈ വലിയ ജോലി വാഗ്ദാനം ചെയ്തും വലിയ ശമ്പളം വാഗ്ദാനം ചെയ്തും മോഡലിംഗ് ജോലിയും എല്ലാം നൽകാമെന്ന് പറഞ്ഞുകൊണ്ടാണ് അവിടെ എത്തിച്ചിരുന്നത്. ഒരു പെൺകുട്ടി 2 പരാതികളാണ് ലഭിച്ചിരുന്നത്. ഒരു പെൺകുട്ടി മോഡലിംഗിനും ഒരു പെൺകുട്ടി മോഡലിംഗ് ഷോയുടെ മേക്കപ്പ് ആർട്ടിസ്റ്റായുമാണ് അവിടേക്ക് പോയത്. അവർക്ക് മദ്യത്തിൽ ലഹരി മരുന്ന് നൽകി അവരെ പീഡിപ്പിച്ചു. പലർക്കും വഴങ്ങാൻ വേണ്ടി നിർബന്ധിച്ചു, മർദ്ദിച്ചു. വീട്ടിലുള്ളവർക്ക് അവരുടെ നഗ്ന ദൃശ്യങ്ങൾ അയച്ചു കൊടുത്തു എന്നുള്ളതൊക്കെയാണ് പരാതി. ഒപ്പം തന്നെ മകനെ കൊന്നുകളയുമെന്നും ഭീഷണിപ്പെടുത്തുക ഉണ്ടായി എന്നും ഈ ഇര വെളിപ്പെടുത്തുന്നുണ്ട്. ഇപ്പോൾ കൂടുതൽ പരാതികൾ തുറന്നുള്ള മണിക്കൂറുകളിൽ ഉണ്ടാകുമെന്നാണ് പോലീസ് പ്രതീക്ഷിക്കുന്നത്. ഒപ്പം തന്നെ കൂടുതൽ അറസ്റ്റുകളും ഉണ്ടാകും. ഒപ്പം തന്നെ ചിലരെ ഈ പരാതിക്കാരെ ഭീഷണിപ്പെടുത്തിയതായി ഉള്ള വിവരം ലഭിച്ചിട്ടുണ്ട്. അത് ചില ഗുണ്ടാ സംഘങ്ങൾക്ക് ഇതിൽ പങ്കുണ്ട് എന്നാണ് പ്രാഥമികമായി തന്നെ വിലയിരുത്തുന്നത്. പ്രത്യേകിച്ച് ഈ അലീനയ്ക്ക് കൊച്ചിയിലെ ഒരു പ്രമുഖമായിട്ടുള്ള കുപ്രസിദ്ധമായിട്ടുള്ള ഒരു ഗുണ്ടാ സംഘവുമായി ബന്ധമുണ്ട് എന്നാണ്
മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത്. ഈ കേസിൽ ഗുണ്ടാ സംഘടനയ്ക്ക് ഏതെങ്കിലും തരത്തിൽ പങ്കുണ്ടോ എന്ന് സംബന്ധിച്ചും അന്വേഷണം നടക്കുന്നുണ്ടെന്ന് ഇപ്പോൾ കൊച്ചി സിറ്റി പോലീസ് കമ്മീഷണർ വ്യക്തമാക്കിയിട്ടുണ്ട്. DCP അശ്വതി ജിജിയുടെ മേൽനോട്ടത്തിലാണ് ഒരു പ്രത്യേക അന്വേഷണമാണ് കേസ് അന്വേഷിക്കുന്നത്. ഒപ്പം തന്നെ ഇതുമായി ബന്ധപ്പെട്ട ഈ ജനുവരി മാസത്തിൽ ഈ പെൺകുട്ടികളെ ദുബായിൽ നടക്കുന്ന മോഡലിംഗ് ഷോയ്ക്ക് ആവശ്യമുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് അലീന അബ്രഹാം ഇൻസ്റ്റഗ്രാമിൽ പോസ്റ്റ് ചെയ്ത ഒരു വീഡിയോ ഇതിനകം തന്നെ പുറത്തു വന്നിരുന്നു. പക്ഷേ അത് പിന്നീട് ആ അക്കൗണ്ടിൽ നിന്ന് അപ്രത്യക്ഷമാവുകയാണ് ഉണ്ടായത്. ഇന്ന് മഞ്ജിമയെ പൊന്നാനിയിൽ നിന്ന് മറ്റൊരു പ്രതിയായിട്ടുള്ള മഞ്ജിമയെ പൊന്നാനിയിൽ നിന്നാണ് പിടികൂടുന്നത്. ഒപ്പം തന്നെ അലീന ഇപ്പോൾ മരട് സ്റ്റേഷനുണ്ട്. മുംബൈയിൽ നിന്ന് വിദേശത്തേക്ക് കടക്കാൻ ശ്രമിക്കുന്നതിനിടെയാണ് ഒന്നാം പ്രതിയായിട്ടുള്ള സിന്ധുവിനെ പിടികൂടുന്നത്. സിന്ധുവിനെ ഉടൻ തന്നെ കേരളത്തിലെത്തിച്ച് ചോദ്യം ചെയ്യുന്ന അടക്കമുള്ള നടപടിയിലേക്ക് നീങ്ങും. ഇപ്പോൾ പൊന്നാനിയിൽ നിന്ന് അറസ്റ്റായിട്ടുള്ള മഞ്ജിമയും അലീനയുമാണ് ഇപ്പോൾ കൊച്ചിയിലുള്ളത്. അവരെ ചോദ്യം ചെയ്തു വരികയാണ്. മിഥുൻ, വിവരങ്ങൾ വ്യക്തമാണ്. സിന്ധു, അലീന ഒപ്പം മഞ്ജിമ, ഇവർ മൂന്നുപേരും ആ വലിയ സെക്സ് റാക്കറ്റിലെ 3 ചെറിയ ചങ്ങലക്കണ്ണികൾ മാത്രമാണ്. ഇവർ മാത്രമല്ല, ഇതിന് പിന്നിൽ വലിയ വമ്പൻ സ്രാവുകളുമുണ്ട്. എന്നാലും അതിക്രൂരമായ പീഡനത്തിനാണ് ഇത്തരത്തിൽ മോഡലിംഗ് എന്ന പേരിൽ വാഗ്ദാനം നൽകി ദുബായിൽ കൊണ്ടെത്തിക്കുന്നത്. അവിടെ വെച്ച് ഈ പെൺകുട്ടികളെ വലിയ രീതിയിൽ അവരുടെ സമ്മതമില്ലാതെ തന്നെ പീഡനത്തിന് ഇരയാക്കുകയും ഒപ്പം മർദ്ദിക്കുകയും ഒക്കെ ചെയ്യുന്നു. ഒപ്പം നഗ്ന ദൃശ്യങ്ങളെടുത്ത് വീട്ടുകാർക്ക് അയച്ചു കൊടുക്കുന്നു. കൊച്ചു കുഞ്ഞിനെ, അതായത് ആ പരാതിക്കാരിയുടെ കുഞ്ഞിനെ കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തുന്നു. മദ്യത്തിൽ മയക്കുമരുന്ന് കലർത്തിയാണ് ഇത്തരത്തിൽ ഈ പെൺകുട്ടിയെ കുടിപ്പിച്ച് മയക്കി കിടത്തി പീഡിപ്പിച്ചത്. എന്തായാലും വളരെ പ്രധാനപ്പെട്ട വിവരങ്ങൾ തന്നെയാണ് ഈ മണിക്കൂറിൽ എത്തുന്നത്. മിഥുനാണ് ഏറ്റവും പുതിയ വിവരങ്ങൾ പ്രേക്ഷകരുമായി പങ്കുവച്ചത്.